കുരുമുളകിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കുരുമുളക് തൈയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒരു 3-4 ഇല നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. തളിരില തന്നെ വേണമെന്നില്ല, മൂത്ത ഇലയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. 4 ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ കാറ്റൊക്കെ ഉള്ളത് കാരണം അതിൽ നല്ല രീതിയിൽ തന്നെ ആ ഇലയിൽ പൊടി ഉണ്ടാവും. അപ്പോൾ നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളിതൊന്ന് കട്ട് ചെയ്തിടുക. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രഷ് ചെയ്ത് കിട്ടും. എന്നിട്ട് നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക്, പഴയ ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. ഈ എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് ചതച്ചിട്ടിരിക്കുന്ന കുരുമുളകിൻ്റെ ഇല നല്ലപോലെ തന്നെ ക്രിസ്പി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയതിന് ശേഷം നമ്മൾ അത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ അപ്പം തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ട് ആ എണ്ണ നമ്മളൊരു കുപ്പിയിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലും കാലിലൊക്കെ അലർജിയുടെ ഇതായിട്ടുള്ള എന്തെങ്കിലും സ്കിൻ പ്രോബ്ലം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ വട്ടച്ചോറി വന്നിട്ടുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. കുറച്ച് നാൾ റെഗുലറായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ വട്ടച്ചോറി വന്നിരിക്കുന്നതാണെങ്കിലും സ്കിൻ അലർജി വന്നിട്ട് വല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു എണ്ണ നമ്മൾ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കുരുമുളകിൻ്റെ ഇല മാത്രമേ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ.